അപ്പോൾ ഇന്നത്തെ ഇൻട്രോ പറയണത് ഞാൻ ആരാന്നുള്ള ചോദ്യം നോർമലി ഉണ്ടാവും. ഞാൻ ഈ ചാനലിൻ്റെ പ്രൊപ്പറേറ്റേഴ്സായ ദിവ്ചാൻ്റെയും ചേച്ചിയുടെയും ഒരു കസിനല്ല അനിയൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇവർ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ആഹൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോവാണ്, കാണിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് എലിസം ബ്രോണിക്കാണ്. ഇവിടെ ടാത്ത് ഹൗസും ചാപ്പിലൊക്കെ ഉള്ളത് അവിടെയാണ് ആഹനിലെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ആഹനിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ജർമ്മൻ ഭാഷയിൽ ഇതിനെ ഹോപ്റ്റ് ബാനോഫ് എന്ന് പറയും. ഈ കാണുന്നതാണ് ആഹൻ കത്തീഡ്രൽ. ഈ വ്യൂ നിങ്ങൾ നോക്കി, ചുറ്റും നിറച്ച കടകളൊക്കെ ആയിട്ട്. ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആൾക്കാരാണ്. ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ഒരു ഗ്യാദർ ചെയ്യണതും വർത്തമാനം പറഞ്ഞിരിക്കണതും. എല്ലാവരും ഓരോ വീറും പിടിച്ച് ചുറ്റും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആഹനിലെ റാത്ത് ഹൗസ്. റാത്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ഹാള്. പണ്ടുണ്ടായ രാജാക്കന്മാരൊക്കെ മീറ്റിങ്ങുകളൊക്കെ കൂടുന്നതും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും. ഇത് കണ്ട, ഇതിൽ കുറേ പ്രതിമകളൊക്കെ കുത്തിവെച്ചാണ്. ഇതൊക്കെ പണ്ട് ഉണ്ടായ ഓരോ രാജാക്കന്മാരാണ്. ഓരോ സെഞ്ചുറീസിൽ മാറി മാറി വന്ന ആൾക്കാരുടെ പ്രതിമകളാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഭയങ്കര ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ്. ആഹനിലിപ്പോൾ ഏത് ടൂറിസ്റ്റ് വന്നാലും കാണുന്ന ഒരു സ്ഥലമാണ് ഇതിപ്പോൾ. വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഇത് കുറേ നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിന്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ അത്ര കുഴപ്പമുണ്ടായില്ല. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇതിൻ്റെ റൂഫൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൺസ്ട്രക്ട് ചെയ്തൊക്കെ എടുക്കാനൊക്കെ ടൈം കുറേ എടുത്തു. ഏകദേശം 2000 ഒക്കെ ആവാറായപ്പോഴാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തതും. 2000 കടന്നിട്ടാണ് ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തതൊക്കെ. ഇവിടെ പരിപാടികളൊക്കെ വീണ്ടും കണ്ടക്ട് ചെയ്ത് തുടങ്ങിയതൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് പണ്ട് രാജാക്കന്മാരൊക്കെ ഇങ്ങനെ അവിടുത്തെ പ്രജകളെയൊക്കെ കാണുന്നതും അഡ്രസ്സ് ചെയ്യണതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി തുടങ്ങി 6 മണി വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റും. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിനെ പറ്റിയുള്ള മൊത്തം ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു ബോർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ക്യാമറ വന്നിട്ട് 2 പേരും അവിടെ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണണ്ട? ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇതാണ് ആഹനിലുള്ള തൃശ്ശൂർ ടൗൺ.
ആ കുരിശാണ് കണ്ടോ ഗൈസ് എൻ്റെ അടുത്ത്? അതാണ് ആഹ്ലെ പള്ളി. അതല്ലല്ലോ, ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, ഇതിലേതോ ഒരെണ്ണമാണ്. എന്നിട്ട് മണൽ ഒരു കളിക്കാൻ വേണ്ടി ചെയ്താണ് സെറ്റപ്പ്. ഇവിടെ ബീച്ചിലെത്തോണ്ടെന്ന് അവിടെ സ്ഥലമെത്തി ഗൈസ്, മെത്തി. പിള്ളേർക്ക് മണലൂരി കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ധർമ്മങ്കാരുടെ ഒരു ബുദ്ധികളെ ബീച്ചില്ലാത്തതുകൊണ്ട് സെറ്റ് ചെയ്തേക്കണതാ. എൻ്റെ സെൻറ്ററിൽ തന്നെ. ഇവനൊക്കെ വളർന്നിട്ട് വേണം. കുറേ അമ്മമാരോട് ട്രിപ്പ് വന്നിട്ടുണ്ട്. അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവരുടെ എന്നിട്ട് പ്രൈവസീനെ നമ്മൾ മാനിച്ചുകൊണ്ട് അവരുടെ വീഡിയോ നിർത്തല്ല. ഇത് നമ്മുടെ എറണാകുളത്ത് വേണ്ടി ജ്യൂസ് സ്ട്രീറ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടാം. ഇവർക്കും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നു. ജ്യൂസ് സ്ട്രീറ്റ് പോയിട്ടുണ്ട് നാട്ടിൽ? ഇല്ല. നമ്മുടെ കൊച്ചിയിൽ അതിൻ്റെ പോലെ സെറ്റപ്പ് ഉണ്ട്. പോർച്ചുഗൽ ഒരു സാധനം ആർക്കിടെക്ചറിലുള്ള ഒരു സംഭവം പോലെ സൈഡിൽ നിറച്ചും കടകളൊക്കെ ആയിട്ട് നൈസ് സ്ഥലം. എനിക്കതിന് തോന്നണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്ഥലം എന്തായാലും പോയിട്ടില്ല. പക്ഷെ മിലൻ പറഞ്ഞ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് കടകളും ഒത്തിരി ആൾക്കാരും ഉണ്ട് ഇവിടെ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം അങ്ങനെ തരാട്ടാ. ലെഫ്റ്റിൽ അവിടെ ഒരു കളിപ്പാട്ടം നോക്കി. ഇതിന്റെ കൈയും കാലൊക്കെ തിരിക്കാൻ പറ്റും. ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെയ്യണ പരിപാടി ഇതാണ്. അത് സൗണ്ട് കേട്ടോന്നാ? അതെ, ഞാൻ ഒട്ടം തിരിയട്ടെ. ഇത് കൊടുക്കായിരുന്നു, മൈക്ക് കൊടുക്കായിരുന്നു. ഒരു കമ്പനിക്ക് ഒരാളെ കൊടുത്തില്ല. ഇനി എന്തൊക്കെയാണ് ഞങ്ങളെ കാണിച്ചു തരേണ്ടത്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മിലുവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്കറിയില്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേച്ചി വേറെ ഒരു ഇത് എടുത്ത് പറയണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആഹനെ പറ്റിയുള്ള വീഡിയോ ആണ് കാണാൻ പറ്റുന്നത്. ലാംഗ്വേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ജർമ്മൻ, ഇംഗ്ലീഷ്, മറ്റ് യൂറോപ്യൻ ലാംഗ്വേജസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായൊരു ചോക്ലേറ്റ് കടയാണ്. ഇതിൽ ഇഷ്ടംപോലെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. പല ടൈപ്പ്, പല വെറൈറ്റീസ്, പല ഷേപ്പിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ആഹലിൽ വന്നപ്പോൾ തുടങ്ങി കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് റെഡ് ഫ്ലവേഴ്സ് ആണ്. ഇവിടെ എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവേഴ്സ്.
നമ്മളിപ്പോൾ ഇവിടെയുള്ള ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടും ജസ്റ്റ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് 1-2 പേര് അവിടെ പ്രാർത്ഥിക്കണമൊക്കെ കണ്ടു. അതുകൊണ്ട് നമ്മൾ അധികം വീഡിയോസൊന്നും എടുക്കില്ല, ജസ്റ്റ് നമ്മളും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ജർമ്മനിയിലുള്ള ഒട്ടുമിക്ക പള്ളികളുടെയും ഉൾഭാഗം നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയാണ്. ഏകദേശം അവരുടെ പള്ളിയുടെ വലിപ്പത്തിന് മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് ആഹൻ കത്തീഡ്രലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കത്തീഡ്രലിൻ്റെ ഒരു മിനിയേച്ചർ കാണാനായിട്ട് പറ്റും. ഈ കത്തീഡ്രലിന് വളരെ രസകരമായൊരു മിത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് കത്തീഡ്രലിൻ്റെ നിർമ്മാണം നടക്കുന്ന ടൈമിൽ ഇവിടെയുള്ള ആളുകൾക്ക് പണം തികയാതെ വന്നു. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ചെകുത്താനായിട്ടൊരു കരാറുണ്ടാക്കി. കത്തീഡ്രൽ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള പണം ചെകുത്താൻ കൊടുക്കും. പക്ഷെ അതിന് പകരം പള്ളിയിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് ആരാണോ അതിൻ്റെ ആത്മാവിനെ ചെകുത്താന് കൊടുക്കണമെന്നതായിരുന്നു കരാറ്. അങ്ങനെ പള്ളിപ്പണിയൊക്കെ പൂർത്തിയായി. പക്ഷെ ചെകുത്താനായിട്ടുള്ള കരാറ് ഓർമ്മ വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ചെകുത്താനെ പറ്റിക്കാനായിട്ട് തീരുമാനിച്ചു. അവരൊരു ചെന്നായെ പിടിച്ച് പള്ളിയുടെ വാതിലിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. വാതിൽ തുറന്നപ്പോൾ ചെന്നായെ പള്ളിയുടെ ഉള്ളിലേക്ക് അവർ ഓടിച്ചു. പള്ളിയിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന ആത്മാവിനെ ലഭിക്കാനായിട്ട് കാത്തിരുന്ന ചെകുത്താൻ വേഗത്തിൽ ചെന്നായുടെ ആത്മാവിനെ കൈക്കലാക്കി. എന്നാൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയ ചെകുത്താന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ആൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മെയിൻ ഡോറ് ശക്തിയായിട്ട് അടച്ചു. ആ അടച്ച ടൈമിൽ ചെകുത്താൻ്റെ തള്ളവിരൽ വാതിലിൻ്റെ കൈപ്പിടിയിൽ കുടുങ്ങുകയും അറ്റുപോവുകയും ചെയ്തു. നമ്മൾ ഈ കാണുന്ന മെയിൻ ഡോറിൽ 2 സിംഹത്തിൻ്റെ തലയുണ്ട്. അതിൽ ഒരു സിംഹത്തിൻ്റെ വായിൽ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തടസ്സം ഫീൽ ചെയ്യും. അത് ചെകുത്താൻ്റെ തള്ളവിരൽ കുടുങ്ങിയതിൻ്റെ അടയാളമാണെന്നാണ് ഇവിടെ ഉള്ളവരുടെ മിത്ത്. പലരും ഈ വാതിൽ സ്പർശിക്കുന്നത് ഒരു ഭാഗ്യമായിട്ടൊക്കെയാണ് കാണുന്നത്. നമ്മൾ നടക്കുന്ന വഴിയിലായിട്ട് കുറച്ച് സിമ്പിൾസും അതുപോലെ തന്നെ ഒരുപാട് റൈറ്റിങ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നാസി ഭരണകാലത്ത് പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാരുടെ പേരുകളാണ് ഈ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ജൂതന്മാരുടെ ഒരു സ്മാരകമായിട്ടാണ് ഇവിടെയുള്ളവർ ഇതിനെ കാണുന്നത്. നമ്മളിങ്ങനെ നടന്നു വരുന്ന ടൈമിൽ ഇവിടെ ഒരാൾ വയലിനൊക്കെ വെച്ചിട്ട് വയലിൻ വായിക്കാനാണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ സ്റ്റാൻഡും വയലിനൊക്കെ വെച്ചിട്ട് ആൾ വേറെ കൂടാണ്ട് പോയി. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒരു ചെറിയ പോണ്ടും അതിൻ്റെ ചുറ്റും 3-4 മനുഷ്യരുടെ പ്രതിമകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും.
ഇത് ഇവിടുത്തെ ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് എലിസൺ ഗാർഡൻ. ഇവിടെ ഒത്തിരി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇവിടെയുള്ള ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇവിടെ 4700 BC മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഉപകരണങ്ങളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും പുരാതനമായ കൽക്കെട്ടുകളും കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്കും വൈറ്റും കളറിൽ. ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് വരുന്നവർക്ക് ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിലെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഓരോ സിമ്പിൾസ് വെച്ചിട്ട് ഇതെന്താണെന്നുള്ളത് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ഇതിൻ്റെ പുറത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് നോക്കിയിട്ട് ഇതെന്തൊക്കെയാണെന്നും ഇതിൻ്റെ പഴക്കത്തെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് പറ്റും. ഏകദേശം 60 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തെ ആർക്കിയോളജിക്കൽ വിട്രിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് എലിസൺ ബ്രൂണൻ. ഇതിനെ ബാത്താഹൻ അല്ലെങ്കിൽ ആഹൻ സ്പാ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ അടുത്തുള്ള ഐഫൽ വോൾക്കാനോസ് കാരണം ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിന് ചൂടാണ്. ഇതിൻ്റെ പ്രഷർ കാരണം വെള്ളം പുറത്തോട്ട് വരുന്നത് ഉറവയായിട്ടാണ്. അങ്ങനെയുള്ള 2 വാട്ടർ ഫൗണ്ടെയിൻസ് ആണ് എലിസൺ ബ്രൂണനിലുള്ളത്. ഇവിടെയുള്ള വെള്ളത്തിന് സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിന് ഭയങ്കര ബാഡ് സ്മെല്ലാണ്. നമ്മുടെ മുട്ടയൊക്കെ ചീഞ്ഞ ഒരു സ്മെല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആണ് നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുള്ളൂ. പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സ്കിന്നിൽ തേക്കാനും അതുപോലെ തന്നെ വയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. പണ്ടുള്ള ആളുകളാണ് ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഈ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സ്കിൻ ഡിസീസൊക്കെ വരാണെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 മുതൽ 50 ഡിഗ്രി വരെയാണ്. നമ്മൾ ഈ കാണുന്ന പ്രതിമ ലോവൻ ബ്രൂണൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോവൻ ബ്രൂണൻ എന്ന് പറഞ്ഞാൽ സിംഹജലധാര. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ പോലെയൊന്നും നമുക്ക് തോന്നില്ല. വേറെ എന്തോ ഒരു വലിയ ജീവിയുടെ പോലെയാണ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. എന്തായാലും ഇത് 1967 ഈ ലോവൻ ബ്രൂണൻ ഇവിടെ നിർമ്മിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയിലേക്കാണ്. മലയുടെ പേരാണ് ഹാറൻമല. ഇവിടെ ഏതോ കുരിശും അതുപോലെ തന്നെ കുരിശിനോടടുത്തൊരു പള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കുരിശൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ക്യൂട്ടായിട്ടൊന്ന് കറങ്ങാന്ന് കരുതുക. അപ്പോഴാണെങ്കിൽ കാറ്റാണെങ്കിൽ സമ്മതിക്കുന്നില്ല. മുടിയാണെങ്കിൽ പറപറാന്നെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ക്യൂട്ട്നെസ്
കാറ്റ് പറത്തിക്കൊണ്ടുപോയി ഗൈസ്. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ മലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മാറി. കാരണം ഒടുക്കത്തെ കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. ശരിക്കും കോട്ടെടുക്കാവുന്ന കാരണം കൊണ്ട് ഞങ്ങൾ തണുത്ത് വിറച്ചു. അങ്ങനെ നമ്മൾ കുരിശിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കുരിശ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഉള്ള കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ അത്യാവശ്യം നല്ല സീനറിയാന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റും ഉണ്ട്, നല്ല തണുവും ഉണ്ട്. എന്തായാലും മല കയറി വന്നത് വെറുതെ ആയില്ല. പിന്നെ ഇവിടെ കുരിശിൻ്റെ അടുത്തായിട്ടാണ് ഒരു പള്ളിയും കൂടി ഉണ്ടായിരുന്നു. അവിടെയും കൂടി പോകാനായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രപ്പോസൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ വഴി ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോകാനായിട്ട് പറ്റില്ല. എന്നാലും കുരിശും ഇവിടെ നിന്നുള്ള വ്യൂവും കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് കരുതി. ഹായ് പറഞ്ഞു. ഹായ്, ഹലോ ഹലോ ഹലോ. അതായത് നമ്മള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടെ. ഹാർമല വെച്ചിട്ട് കൊച്ചിൻ്റെ കൂടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, പിന്നെ ക്ലിയർ ആയിട്ടും കാണാൻ പറ്റിയിട്ടില്ല. മഴ പെയ്തു, കാറ്റുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതിയുടെ സൈഡിൽ നമുക്ക് നല്ല എതിർപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ കണ്ട് നമ്മൾ ഇവിടെ ഹാർമലയിൽ എത്തിയ അവസാനം. അപ്പോൾ ഇത് ഈ വ്ളോഗ് ഇവിടെ പോയി കഴിഞ്ഞു. നമ്മൾ അധികം വൈകാണ്ട് വീണ്ടും എത്തുന്നതായിരിക്കും.